ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 9th ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളെ ലെൻസുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ദർപ്പണങ്ങളെ കുറിച്ചിട്ടൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ പ്രകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫിനോമിന, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകാശം എങ്ങനെ കടന്നു പോകുന്നു, അതുപോലെ പ്രകാശമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫിനോമിനകൾ, അതുപോലെ തന്നെ ദർപ്പണങ്ങൾക്ക് ഉദാഹരണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദർപ്പണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് ലെൻസുകൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് ലെൻസുകൾ, ലെൻസുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എത്ര തരം ലെൻസുകളുണ്ട്, ആ ടൈപ്പ് ഓഫ് ലെൻസുകൾ, അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളെ പറ്റി ഓരോന്നിൻ്റെയും സവിശേഷതകൾ, അവയുടെ പ്രത്യേകതകൾ, അവയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളതും, പിന്നെ ഈ ലെൻസുകൾ നമ്മൾ ഏതൊക്കെ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് കൂടാതെ ലെൻസുകൾക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ഉപകരണങ്ങൾ എടുത്തു പറയാനുണ്ട്. പിന്നെ ലെൻസിന്റെ സവിശേഷതകളിൽ വരുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, അത്യാവശ്യം വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. എന്നാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. അതുപോലെ നമ്മൾ ജസ്റ്റ് പഠിക്കാതെ ജസ്റ്റ് അവസാനം നോക്കാൻ നിന്നാൽ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് കൃത്യമായിട്ട് നോക്കിപ്പോയാൽ നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇതിൽ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ വരയ്ക്കാൻ ചോദിക്കും. അതൊക്കെ അപ്പം തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ലെൻസുകൾ. നിങ്ങൾക്ക് ലെൻസുകളൊക്കെ കണ്ടു നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലെൻസുകൾ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങൾ പുതുതായി കുറച്ച് ടേംസ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, ഇതെന്താണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊരു ടെലിസ്കോപ്പാണ്. നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബുക്സിലൊക്കെ ടെലിസ്കോപ്പിനെ പറ്റി കണ്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ടെലിസ്കോപ്പിലെ അവിടെ എന്താ എഴുതിയത്, അകലെയുള്ള വസ്തുക്കളെ എങ്ങനെയായിരിക്കും ടെലിസ്കോപ്പ് ഇത്ര വ്യക്തമായി അടുത്തു കാണിച്ചു തരുന്നത്. ഈ കുട്ടി നമുക്കറിയാം ഇവിടെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ ദൂരെയല്ലേ, ഭൂമിയിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എത്രയോ കണക്കിന്, എത്രയോ ലക്ഷം, അല്ലെ എന്താ നമുക്ക് പറയാം, എത്രയോ ദൂരത്തിലാണ് നമ്മൾ ഈ നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളാണ് നമ്മൾ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഇത്രയും ദൂരെയുള്ള നക്ഷത്രങ്ങളാ നമ്മൾ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നതും അത് വ്യക്തമായിട്ട് എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നതും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇവരിവിടെ പറയുന്നത്. എത്ര അകലെയാണ് നക്ഷത്രങ്ങൾ, ഇതിലൂടെ നോക്കുമ്പോൾ വളരെ അടുത്തു കാണാൻ കഴിയുന്നല്ലോ. നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് അകലെയുള്ള നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ ആകാശഗോളങ്ങളൊക്കെ എന്താണ് നമുക്ക് വ്യക്തമായിട്ടും അടുത്തായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തോ ഒരു കാരണം ഉണ്ടാവൂലേ. ജസ്റ്റ് നമ്മൾ ടെലിസ്കോപ്പ് അല്ലാതെ നമ്മളെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ടെലിസ്കോപ്പിന് എന്തോ പ്രത്യേകത ഉണ്ട്. ടെലിസ്കോപ്പിൽ എന്തോ പ്രത്യേക തരത്തിലുള്ള സാധനം നമ്മൾ യൂസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അത്രയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ടെലിസ്കോപ്പിൽ ഒരു പ്രത്യേക തരം ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ലെൻസുകൾ കാരണമാണ് നമുക്ക് ഈ നക്ഷത്രങ്ങളെ അല്ലെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമുക്ക് ടെലിസ്കോപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും അകലെയുള്ള നക്ഷത്രങ്ങൾ നമുക്ക് ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ലെൻസ് ഏതാണ്, അതിന്റെ സവിശേഷത എന്താന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. നോക്കാം. എളുപ്പമുള്ള ചാപ്റ്ററാണ്, പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, എടുത്തു പറയുകയാണ്. കാരണം ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവാനും സാധ്യതയുണ്ട്. പഠിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കാം. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ടെലിസ്കോപ്പിലൂടെ നക്ഷത്രങ്ങൾ നോക്കിയപ്പോൾ അടുത്തായി കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് അത് സാധിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ഈ ഒരു പിക്ചറാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ. അതിൽ കാണാം, പ്രായമായവർ അക്ഷരങ്ങൾ വലുതായി കാണാൻ സഹായിക്കുന്ന റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഇപ്പൊ നോർമലി കണ്ണാടിയാണ് ഉപയോഗിക്കാറ്. എന്നാലും ചില ആളുകളുടെ കയ്യിലൊക്കെ ഇപ്പോഴും റീഡിംഗ് ലെൻസ് ഉണ്ട്.
നമുക്ക് കാണാം അവർ പത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്ന ടൈമിൽ ഈ റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചാണ് അവർ വായിക്കുന്നത്. നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഈ ഈ ആള് വായിക്കുന്ന സമയത്ത് എന്താണ്, അയാളെ കയ്യിൽ ഒരു റീഡിംഗ് ലെൻസ് കാണുന്നില്ലേ? അതിൽ നമുക്ക് അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റെവിടെല്ലാം ലെൻസുകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് എഴുതി നോക്കാനാണ്. ഇതിപ്പോ നമുക്ക് മനസ്സിലായി റീഡിംഗ് ലെൻസ്. റീഡിംഗ് ലെൻസിലാണ് ഈ റീഡിംഗ് ലെൻസ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ റീഡിംഗ് ലെൻസ് ആണ് ഇതാ ഇവിടെ കാണുന്ന ഒരു ഗ്ലാസ്. ഈ ലെൻസിന്റെ ഉള്ളിലുള്ള ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ലെൻസാ. അപ്പം ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലെൻസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അക്ഷരങ്ങൾ വലുതായി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് അദ്ദേഹത്തിന് അത് വായിക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ മറ്റെവിടെയെല്ലാമാണ് നമ്മൾ ലെൻസുകൾ കണ്ടിട്ടുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എവിടെയാണ്. കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. നോക്കാം. കളിപ്പാട്ടങ്ങൾ. ചില കളിപ്പാട്ടങ്ങളിൽ നമ്മൾ ഈ ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കണ്ണടകൾ. നമ്മളെ കണ്ണടകളിലെ കണ്ണടകളിൽ നമ്മൾ ഓരോരുത്തരെ കാഴ്ച കുറവിനനുസരിച്ച് ഏത് തരം ലെൻസാണ് വേണ്ടത്, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ലെൻസ് തന്നെയാണ് ഓരോരുത്തരും കണ്ണടയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. കണ്ണട നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വസ്തുവാണ്. നമ്മൾ പലരും ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയ്യിലൊക്കെ കണ്ണടകൾ ഉണ്ടാവും. ഒന്ന് കണ്ണടകൾ നിങ്ങൾ നിരീക്ഷിച്ച് നോക്ക്. ജസ്റ്റ് കണ്ണട ഇല്ലാതെ നോക്കുന്നതും കണ്ണടയിലൂടെ നോക്കുമ്പോഴും അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ കണ്ണടയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് ലെൻസ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഡോർ ലെൻസ് എന്താണെന്നാണ് പറയുന്നത്. പുറത്തെ ദൃശ്യങ്ങൾ കാണാൻ വാതിലിൽ ഉറപ്പിച്ചിരിക്കുന്ന ലെൻസ് ആണ് ഡോർ ലെൻസ്. നമ്മളിപ്പോ ഡോറിന്, അതായത് നമ്മളെ വാതിലിന് ചെറിയൊരു ഹോൾ ഉണ്ടാവും. ചെറിയൊരു ഹോളിൽ നമുക്ക് കാണാം ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളത്. എല്ലാ ഡോറിലും ഉണ്ടാവില്ല, എന്നാലും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. നമ്മളെ ഡോറിന് ഒരു ചെറിയ ഹോള്, അതിലൊരു ഗ്ലാസ് വെക്കുന്ന കാണാം. നമ്മളിപ്പോ ആരെങ്കിലും ഒന്ന് ബെല്ലടിച്ചാൽ നമ്മൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മിക്കവരും ഈ ലെൻസിലൂടെ നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഡോർ ലെൻസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസ് ആണ്. ആ ഗ്ലാസ് എന്ന് പറയുന്നത് ലെൻസ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മൾ ഈ ലെൻസുകൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പില് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പില് നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെന്റിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഡെന്റിസ്റ്റ് മിറേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, എന്നാൽ ലെൻസ് യൂസ് ചെയ്യുന്ന കേസ് ഉണ്ട്. മിറേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ലെൻസും യൂസ് ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കണ്ണടകള് ഡോർ ലെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോസ്കോപ്പിലുണ്ട്, ദെൻ ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഇല്ലേ, നമ്മൾ തുടക്കത്തിൽ കുട്ടികൾ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത് കണ്ടല്ലോ നക്ഷത്രങ്ങളെ. ആ ടെലിസ്കോപ്പിന്റെ ഉള്ളിലുള്ളത് എന്താണ്? ടെലിസ്കോപ്പിന്റെ ഉള്ളിലുള്ളത് നമ്മളെ ലെൻസ് ആണ്. ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ദൂരദർശിനി പറയാം. ദൂരദർശിനി. ദെൻ സൂക്ഷ്മദർശിനി അറിയില്ലേ? സൂക്ഷ്മദർശിനി അടുത്തുള്ളത് വലുതായിട്ട് കാണാൻ. സൂക്ഷ്മദർശിനിയിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സൂക്ഷ്മദർശിനിയിലും നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസ് ആണ്. ദൂരദർശിനി. പിന്നെ നമുക്ക് പറയാൻ സാധിക്കും സൂക്ഷ്മദർശിനി. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസുകളാണ്. ഇത്ര മാത്രമല്ല, ലെൻസിന് നിരവധി ഉപയോഗങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് പറയുന്നതാണ് കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാറുണ്ട്, കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട്. കണ്ണടകൾ എല്ലാവർക്കും പരിചയമുള്ള ഉദാഹരണമാണ്. പിന്നെ ഡോർ ലെൻസിലുണ്ട്, മൈക്രോസ്കോപ്പിലുണ്ട്, ടെലിസ്കോപ്പിലുണ്ട്, സൂക്ഷ്മദർശിനിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡെന്റിസ്റ്റുകളുടെ കയ്യിലൊക്കെ നമുക്ക് ഈ ലെൻസുകൾ കാണാം. പിന്നെ റീഡിംഗ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് നിങ്ങൾ എഴുതുക. റീഡിംഗ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ എഴുതുക. റീഡിംഗ് ലെൻസ്.
റീഡിംഗ് ലെൻസ് എന്നാണ് പറയാ. റീഡിംഗ് ലെൻസ്, റീഡിംഗ് ലെൻസ്, റീഡിംഗ് ലെൻസ്. ഓക്കെ ആണോ? ഇതാണ് പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ. ഒരു 5 നിങ്ങൾ പഠിച്ചു വെക്കുക. ലെൻസുകളുടെ ഉപയോഗങ്ങളിൽ ഈ പറയുന്നതിൽ ഒരു 5 നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, സാധാരണ ഗ്ലാസ് ഷീറ്റിനെ അപേക്ഷിച്ച് ഇത്തരം ലെൻസുകൾക്ക് എന്തൊക്കെ പ്രത്യേകതയാണുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ഗ്ലാസുകളുടെ ഷീറ്റുകൾ ഉണ്ടാവും. അതായത് ചെറിയ ഗ്ലാസിന്റെ ഷീറ്റ്, നേരത്തെ എന്താണ് ഷീറ്റ് പോലെ ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, അതുപോലെ ലെൻസുകളും ഉണ്ട്. അപ്പൊ ഈ ഗ്ലാസിന്റെ ഷീറ്റും ഈ ലെൻസും തമ്മിൽ പ്രത്യേകതകളുണ്ട്. അതായത് രണ്ടും ഒന്നല്ല, രണ്ടും ഒരുപോലെയല്ല, രണ്ടിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതായത് രണ്ടിനും 2 തരം സവിശേഷതകളുണ്ട്. അപ്പൊ രണ്ടിന്റെയും സവിശേഷതകൾ അല്ലെങ്കിൽ രണ്ടിന്റെയും വ്യത്യസ്തതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കാം. സൂര്യപ്രകാശം കനം കുറഞ്ഞ ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ പേപ്പറിൽ പതിപ്പിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഇവിടെ ഒരു പേപ്പർ വെക്കുക. പേപ്പർ വെച്ചിട്ട് നമ്മളെ സൂര്യപ്രകാശം വരുന്നില്ലേ, വരുന്ന ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസിന്റെ തിൻ ഷീറ്റ് വെച്ചിട്ട് അതിലൂടെ എന്താണ് സൂര്യപ്രകാശത്തെ ഈ പേപ്പറിലേക്ക് പതിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സൂര്യപ്രകാശം വരുന്നു, അപ്പൊ അതിൽ നമ്മൾ ഒരു ഗ്ലാസ് ഷീറ്റ് വെക്കുന്നു, നേരത്തെ ഗ്ലാസിന്റെ ഷീറ്റ് വെക്കുന്നു. ആ ഗ്ലാസ് ഷീറ്റിലൂടെ നമ്മളെ സൂര്യപ്രകാശം ഈ പേപ്പറിലേക്ക് പതിപ്പിക്കാനാണ് പറയുന്നത്. ഗ്ലാസ് എന്താണ്? സുതാര്യ വസ്തുവാണ്, അതിലൂടെ പ്രകാശം കടന്നു പോവല്ലോ. അപ്പൊ ഈ പ്രകാശം അതിലൂടെ കടന്നു വന്നിട്ട് നമ്മൾ ഈ പേപ്പറിൽ പതിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ എന്താണ് അടുത്ത പിക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പേപ്പറും ഗ്ലാസ് ഷീറ്റും തമ്മിലുള്ള അകലം വ്യത്യസ്തപ്പെടുത്തി നോക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചിത്രം 2.A പറ്റി പറയാം. 2.2A നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പേപ്പർ ഷീറ്റ് എടുക്കുന്നു, സൂര്യപ്രകാശം ഗ്ലാസ് ഷീറ്റിലൂടെ ഈ പേപ്പറിലേക്ക് പതിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഗ്ലാസ് ഷീറ്റില്ലേ, അതായത് ഈ ഗ്ലാസ് ഷീറ്റ് ആദ്യം ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, ഈ ഒരു ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളോട് അതിന്റെ അകലം കൂട്ടിയും കുറച്ചും നോക്കാനൊക്കെ പറയുന്നത്. അപ്പൊ സപ്പോസ് നമ്മൾ കുറച്ച് മുന്നോട്ട് വെച്ച് നോക്കുന്നു, കുറച്ച് പിറകിലോട്ട് വെച്ച് നോക്കുന്നു, ഇങ്ങനെ ഗ്ലാസ് ഷീറ്റിന്റെ പൊസിഷൻ മാറ്റി മാറ്റി നോക്കുകയാണ് നമുക്ക് എന്താ നിരീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ, നമുക്ക് എങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണോ സൂര്യപ്രകാശം വരുന്നത് അത് നമ്മളെ പേപ്പറിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വേറൊരു മാറ്റവും അവിടെ ഉണ്ടാവുന്നില്ല. ഇതിന്റെ ദൂരം, അതായത് ഇതിന്റെ ഇടയിലുള്ള ദൂരം എത്ര തന്നെ മാറ്റിയാലും ഇവിടെ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, പ്രകാശം പതിക്കുന്നുണ്ട്. പേപ്പറും ഗ്ലാസ് ഷീറ്റും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തി നോക്കൂ. നമ്മൾ വ്യത്യാസപ്പെടുത്തി നോക്കി. അങ്ങനെ വ്യത്യാസപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നിരീക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതായത് സൂര്യപ്രകാശം പേപ്പറിലേക്ക് പതിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ഷീറ്റ് പേപ്പറിന് അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പം മാറുന്നില്ല. പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പത്തിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാലും ദൂരെ വെച്ച് കഴിഞ്ഞാലും എങ്ങനെയാണോ വന്നിരുന്നത് അതുപോലെ തന്നെ എന്താണ് നമ്മളെ പേപ്പറിലേക്ക് ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം പതിക്കുന്നുണ്ട്. ഇതേ പ്രവർത്തനം റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ പ്രവർത്തനമാണ് നമ്മളോട് റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് നിരീക്ഷിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മളെ റീഡിംഗ് ലെൻസ്. ഇതിലൂടെ നമ്മുടെ സൂര്യപ്രകാശം വരുന്നുണ്ട്. നമ്മളിവിടെ ലെൻസ് വെക്കുന്നു, പ്രകാശം എന്താണ് പേപ്പറിലേക്ക് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൂരം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ദൂരം അഡ്ജസ്റ്റ് ചെയ്ത് പുറകിലോട്ടും മുൻപോട്ടൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ചു നേരം നമ്മൾ ഒരു പോയിന്റിൽ വെക്കുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഒരു പോയിന്റിൽ പതിക്കുന്നതായിട്ട് കാണാം. ഒറ്റൊരു പോയിന്റിൽ. ഇവിടെ എങ്ങനെയാണോ വന്നത് അതേ രീതിയിലാണ് പതിക്കുന്നത്. ഏത് രീതിയിലാണോ നമ്മൾ സൂര്യപ്രകാശം വരുന്നത് ആ രീതിയിലാണ് പതിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ റീഡിംഗ് ലെൻസ് വെക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരൊറ്റ പോയിന്റ് ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരൊറ്റ പോയിന്റിലാണ് സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നത്. നമ്മൾ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിൽ എന്താണ് തീ പടരുന്നത് കാണാൻ സാധിക്കും. ഈ പേപ്പറിൽ തീ പടരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? റീഡിംഗ് ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് തീ പടരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നോക്കാം. പേപ്പറിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പം വളരെ കുറയുകയും, പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പം നമ്മൾ പറഞ്ഞു ഒരു പോയിന്റിലേക്ക് വന്നു,
അതായത് ഇപ്പൊ നമ്മളെ റീഡിങ് ലെൻസ് ആണെന്ന് വിചാരിക്കാം. അതിലൂടെ വരുന്ന പ്രകാശം എന്താണ്, ഒരു ദൂരത്തിൽ വെക്കുമ്പോൾ ഒറ്റ പോയിന്റിലേക്ക് വരിക ചെയ്യുന്നത്, വളരെ കുറഞ്ഞിട്ട്. അതായത് പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പം വളരെ കുറയുകയും വളരെ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരൊറ്റ പോയിന്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഭാഗത്ത് പ്രകാശ തീവ്രത കൂടുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ ആ ഒരു ഭാഗം, ഈ പ്രകാശം വന്ന് പതിക്കുന്ന ഭാഗം, പ്രകാശം വന്ന് പതിക്കുന്ന ആ ഭാഗത്തുള്ള പ്രകാശ തീവ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പ്രകാശ തീവ്രത ഒരൊറ്റ പോയിന്റിൽ വളരെ കൂടുതൽ പ്രകാശം വരുന്നുണ്ട്. അതായത് തീവ്രമായിട്ട് പ്രകാശം അവിടെ കൂടുകയും ചെയ്യുന്നുണ്ട്. അതേ അകലത്തിൽ ലെൻസ് കൂടുതൽ നേരം പിടിച്ചു നോക്കൂ. നമ്മളോട് അതേ അകലത്തിൽ ലെൻസ് കൂടുതൽ സമയം പിടിച്ചു നോക്കാനാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവും, നമ്മളൊരു പേപ്പർ എടുത്തു, ഞാനൊരു റീഡിങ് ലെൻസ് എടുത്ത് ഒരു അകലത്തിൽ വെക്കുമ്പോൾ അതിലൂടെ വരുന്ന സൂര്യപ്രകാശം നമ്മളെ ഈ പേപ്പറിലെ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്ത്, അതായത് ചെറിയൊരു ഡോട്ട് പോലെ നമുക്ക് ഈ സൂര്യപ്രകാശത്തെ കാണാൻ സാധിക്കും. ആൻഡ് ഈ പ്രകാശത്തിന് എന്ന് പറഞ്ഞാൽ വളരെ തീവ്രത കൂടുതലായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ടൈം അധികം നമ്മളെ ലെൻസ് അതേ പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ തീ പടരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതേ അകലത്തിൽ ലെൻസ് കൂടുതൽ നേരം പിടിച്ചു നോക്കൂ. കടലാസ് പുകയുന്നതും തീ കത്തുന്നതും കാണാൻ കഴിയുന്നില്ലേ? അതേ പേപ്പറിൽ അതേ പോയിന്റിൽ വെച്ച് കുറെ ടൈം വെക്കുമ്പോൾ ഈ തീവ്രമായ പ്രകാശമല്ലേ പേപ്പറിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പുകഞ്ഞിട്ട് തീ പടരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബേണിംഗ് ലെൻസ് എന്ന് പറയാറുണ്ട്. ബേണിംഗ് ലെൻസ് എന്ന് കൂടെ പറയാറുണ്ട്. റീഡിംഗ് ലെൻസ് തന്നെ നമുക്ക് ബേണിംഗ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. അപ്പൊ റീഡിംഗ് ലെൻസ് ഉള്ളവരൊക്കെ ഒന്ന് ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക. കൂടെ ആരെങ്കിലും വേണം, ഒറ്റയ്ക്ക് ഇത് ചെയ്യരുത്. പേപ്പർ കത്തി തീ പടരാനുള്ള സാധ്യതയുണ്ട്. വലിയ പാരൻസിന്റെ ഹെൽപ്പോട് കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാരൻസിന്റെ ഹെൽപ്പോടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് ചെയ്യരുത്, തീ പടരാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ റീഡിംഗ് ലെൻസ് സൂര്യപ്രകാശത്തിന് പേപ്പറിന്റെ ഒരു പോയിന്റിലേക്ക് തീവ്രമായ പ്രകാശം വരികയാണ് ചെയ്യുന്നത്. അത് കുറെ നേരം കഴിയുന്ന സമയത്ത് ഒരു പോയിന്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പുക പടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും, തീ പടരുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ ആ പേപ്പർ കത്തിപ്പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ ഗ്ലാസ് ഷീറ്റിലെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നേ, അത് എത്ര പോയിന്റ്, അതായത് എത്ര നേരമോ അല്ലെ എത്ര ദൂരത്തിലോ വെച്ച് കഴിഞ്ഞാലും അവിടെ ഒരു മാറ്റം വരുന്നില്ല. എങ്ങനെയാണോ നമ്മളെ പ്രകാശം വന്നിരുന്നത് അതേ രീതിയിൽ തന്നെ പ്രകാശം പേപ്പറിൽ പതിക്കുന്നുണ്ട്. അത് പോയിന്റ് ആയിട്ടോ അല്ലെ കൂടുതൽ വലുതായിട്ടോ കൂടുതൽ ചെറുതായിട്ടോ ഒന്നും വരുന്നില്ല. ഏത് രീതിയിലാണോ വന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് പേപ്പറിൽ പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ തീ പടരുന്നില്ല, ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കുറച്ച് സമയം വെച്ചാലും കുറെ ടൈം വെച്ചാലും അതുപോലെ അടുത്ത് വെച്ചാലും അകലെ വെച്ചാലും ഒക്കെ ഒരേ രീതിയിലാണ് പ്രകാശം പേപ്പറിൽ വന്ന് പതിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ റീഡിംഗ് ലെൻസ് വെച്ച സമയത്ത് ഡിസ്റ്റൻസ് മാറുമ്പോൾ, അതായത് ദൂരം കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ ഒക്കെ അതിൽ വ്യത്യസ്തത വരുന്നുണ്ട്. അതുപോലെ ഒരു പോയിന്റിൽ വെക്കുമ്പോൾ ചെറുതായിട്ട്, അതായത് ഒറ്റ ഡോട്ട് പോലെ പ്രകാശം കാണാം. പക്ഷെ ആ പ്രകാശത്തിന് തീവ്രത കൂടുതലാണ്. അപ്പൊ കുറെ ടൈം അങ്ങനെ വെക്കുമ്പോൾ തീവ്രമായ പ്രകാശം തട്ടി അവിടെ പുകയൊരു, അതായത് പെട്ടെന്ന് തീ പടരുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? രണ്ട് പ്രവർത്തനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നമ്മൾ പറയുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെൻസുകളെ കാര്യമല്ലേ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് 2 ലെൻസുകളുണ്ട്, 2 ടൈപ്പ് ഓഫ് ലെൻസുകളുണ്ട്. അപ്പൊ ആ ലെൻസുകളുടെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ലെൻസ് 2 വിധമുണ്ട്. ആദ്യത്തേതാണ് കോൺവെക്സ് ലെൻസ്, രണ്ടാമത്തേത് കോൺകേവ് ലെൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ലെൻസുകൾ 2 തരമുണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. നമുക്ക് നോക്കാം. മുൻ പ്രവർത്തനത്തിൽ ഉപയോഗിച്ച ലെൻസ് നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ കുറിക്കാനാണ് പറഞ്ഞത്. നമ്മൾ മുൻപ് നമ്മൾ പരീക്ഷണം ചെയ്തല്ലോ, പേപ്പർ കത്തിയ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ലെൻസുകൾ നിരീക്ഷിച്ചിട്ട് നമ്മളോട് അതിന്റെ നിരീക്ഷിച്ചതിന് ശേഷം അതിന്റെ പ്രത്യേകതകൾ നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മധ്യഭാഗം ഘനം കൂടുതലാണ്. മധ്യഭാഗം ഘനം കൂടുതലാണ്. പിന്നെ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. അടുത്തത് നമുക്ക് പറയാനുള്ളത്, അതിന്റെ മധ്യഭാഗം കനം കൂടുതലാണ്, എന്നാൽ അതിന്റെ എൻഡുകളില്ലേ
അതായത് മധ്യമല്ലാത്ത കോണുകളിലേക്ക് അടിഭാഗത്തേക്കും മുകളിലേക്കും കണ്ടോ? അതായത് അതിന്റെ അറ്റത്തേക്ക് എന്ന് പറയുമ്പം തിന്നാണ്. മധ്യഭാഗത്ത് ഇത്രയാണ് അതിന്റെ കനം. മധ്യഭാഗം കനം കൂടുതലാണ്. എന്നാൽ അതിന്റെ അറ്റത്തേക്കൊക്കെ നോക്കിക്കേ, അവിടെ കനം എന്താണ്? കുറവാണ്. കനം കുറവാണ്. ഓക്കെ ആണല്ലോ. മധ്യഭാഗം കനം കൂടുതലാണ്, എന്നാൽ നമ്മളെ ഈ ലെങ്സിന്റെ എന്താണ്? അറ്റത്ത് കനം കുറവാണ്. വസ്തുക്കളെ എന്താണ്? വലുതാക്കി കാണിക്കുന്നുണ്ട്. വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നമുക്കത് റീഡിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ റീഡിംഗ് ഗ്ലാസ്സിലൂടെ നമ്മൾ വലുതാക്കി കാണിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ആ അക്ഷരങ്ങൾ വലുതായി തോന്നിയത്. ഇല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കുമോ? നമ്മൾ റീഡിംഗ് ലെൻസ് ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പം നമ്മളെ പേപ്പർ നോർമലുള്ള ലെറ്ററിന്റെ സൈസ് വായിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുക. അപ്പൊ അവർ ഈ പേപ്പറിന്റെ മുകളിൽ റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നോർമലി ഉള്ള സൈസിനേക്കാളും ഈ അക്ഷരങ്ങൾ വലുതായി കാണാൻ സാധിക്കും. അങ്ങനെ വലുതായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ലെൻസ് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ പ്രവർത്തനം ഈ തരത്തിലുള്ള ലെൻസ് ഉപയോഗിച്ചായിരുന്നല്ലോ. അപ്പൊ അതിന്റെ പ്രത്യേകതകളിൽ നമുക്ക് പറയാൻ സാധിക്കും, മധ്യഭാഗത്ത് കനം കൂടുതലാണ്, അതുപോലെ അതിന്റെ അറ്റത്തേക്ക് എന്താണ്? കനം കുറവാണ്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കും വസ്തുക്കളെ വലുതായി കാണിക്കുന്നു. നിങ്ങൾ പരിചയപ്പെട്ട ഇത്തരം ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. നമ്മളിപ്പോ പരിചയപ്പെട്ട ഇത്തരം ലെൻസുകളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കോൺവെക്സ് ലെൻസ്. അതിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കോൺവെക്സ് ലെൻസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം കോൺവെക്സ് ലെൻസ് എഴുതുക, അതിന്റെ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് എഴുതുക മധ്യഭാഗത്ത് കനം കൂടുതലാണ്, അറ്റത്തേക്ക് കനം കുറവാണ്. അതുപോലെ തന്നെ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന ലെൻസ് ആണ് നമ്മളെ ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് എന്ത്? പ്രകാശരശ്മികളെ സംരചിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയല്ലോ. നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? പ്രകാശത്തെ സംരചിപ്പിക്കാൻ. സോ പ്രകാശത്തെ സംരചിപ്പിക്കുന്നു. സംരചിപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വരുന്നത് ഒരു പോയിന്റിലേക്ക് വന്നല്ലോ. അതായത് അത് ഒരു ബിന്ദുവിനെ ഫോക്കസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാ സൂര്യപ്രകാശം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ ലെൻസിലൂടെ, കോൺവെക്സ് ലെൻസ് ആണ്, കടന്നു പോയി കഴിഞ്ഞാൽ അത് ഒരൊറ്റ പോയിന്റിലേക്ക് സംരചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രകാശം സംരചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺവെക്സ് ലെൻസിന് ഒരു പേര് കൂടെ ഉണ്ട്. എന്താണ്? സംരചന ലെൻസ്. സംരചന ലെൻസ് എന്നുള്ള പേര് കൂടെ ഉണ്ട്. അതായത് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ അതിന് സംരചിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മധ്യഭാഗത്ത് കനം കൂടുതലാണ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നുണ്ട്, അറ്റത്ത് കനം കുറവാണ്, അതുപോലെ നമ്മളെ പ്രകാശത്തെ സംരചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സംരചന ലെൻസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ ഇത്രയും പോയിന്റ്. പിന്നെ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ പിക്ചർ കൂടെ വരച്ചു വെക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ലെൻസ്, അതാണ് കോൺവെക്സ് ലെൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോൺകേവ് ലെൻസ്. നമുക്ക് വായിച്ചു നോക്കാം. മറ്റൊരു ലെൻസ് ശ്രദ്ധിക്കൂ. ഇവിടെ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിലുള്ളതാണ് നമ്മളെ കോൺകേവ് ലെൻസ്. മാറിപ്പോരുത്. കേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗുഹ എന്നൊക്കെ ഉള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അതിനൊരു ഉള്ളോട്ടായിരിക്കുമല്ലോ, അതുപോലെ ആലോചിച്ചാൽ മതി. ഇത് കണ്ടോ, ഇതിന് ഉള്ളോട്ടേക്കല്ലേ, ഈ രീതിയിലല്ലേ വരുന്നത്. ആ രീതിയിൽ ആലോചിച്ച് വെക്കുക. കോൺവെക്സും കോൺകേവും മാറിപ്പോരുത്, മാറിയെല്ലാം തെറ്റിപ്പോവും. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഉള്ളിലോട്ടായിരിക്കും. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ പുറത്തേക്കായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളെ കോൺകേവ് ലെൻസ്. മധ്യഭാഗം കനം കുറഞ്ഞത്. മധ്യഭാഗം എന്താണ്? കനം കുറഞ്ഞതായിരിക്കും. എന്നാൽ അതിന്റെ എഡ്ജുകൾ കനം കൂടിയതായിരിക്കും. ഇവിടെ നോക്കിക്കേ, മധ്യഭാഗം ഇതാണ്. ഈ മധ്യഭാഗം എന്ന് പറയുന്നത് കനം കുറവും, അതിന്റെ എഡ്ജുകൾ, ഈ ഒരു അറ്റം കാണുന്നില്ലേ,
അവിടെ നമുക്ക് കാണാം കനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കോൺവെക്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? മധ്യഭാഗത്ത് കനം കൂടുതലും അറ്റത്തേക്ക് കനം കുറവല്ലേ? സോ ഇവിടെ എഡ്ജ് കനം കൂടുതൽ. ഇത്തരം ലെൻസുകൾ ഉപയോഗിച്ച് ഒരു കടലാസ് കഷ്ണം കത്തിക്കാൻ ശ്രമിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം ഈ ഒരു ലെൻസ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത്, പേപ്പർ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത് ബേണിംഗ് ലെൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കോൺവെക്സ് ലെൻസ് ആയിരുന്നു. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. പ്രകാശരശ്മികളെ സംയോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായല്ലോ. ഇവിടെ എന്താണ്? പ്രകാശരശ്മികളെ ഈ കോൺകേവ് ലെൻസിന് സംയോജിപ്പിക്കാൻ കഴിയൂല. അതായത് നമ്മൾ പറഞ്ഞു അതെന്താണ്? നമ്മളെ കോൺവെക്സ് ലെൻസിന് എന്ന് പറഞ്ഞാല് നമ്മളെ പ്രകാശരശ്മികളെ സംയോജിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു. കോൺകേവ് ലെൻസുകൾക്ക് പ്രകാശരശ്മികളെ എന്താണ്? സംയോജിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന പ്രകാശം എന്താണ്? ഇപ്പൊ ഇതാണ് നമ്മളെ കോൺകേവ് ലെൻസ് എന്ന് വിചാരിക്കാം. അപ്പൊ കോൺകേവ് ലെൻസിലേക്ക് നമ്മളെ വരുന്ന പ്രകാശം എന്താവുക ചെയ്യുന്നത്? പ്രകാശം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇതാണ് കോൺകേവ്. ഇതിലേക്ക് വരുന്ന പ്രകാശം ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് പോകുന്നത്. എന്നാൽ കോൺവെക്സ് ലെൻസിലേക്ക് വരുന്ന പ്രകാശത്തെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റിലേക്ക് സംയോജിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ്? നമ്മളെ ലെൻസിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ സംയോജിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഈ ലെൻസുകളെ നമ്മൾ പറയുന്ന പേരാണ് വിവ്രജന ലെൻസ്. വിവ്രജന ലെൻസ്. ഇതിനെന്താണ്? സംയോജിപ്പിക്കാനുള്ള കഴിവില്ല, സംയോജിപ്പിക്കുന്നില്ല. ഓർത്തു വെക്കുക. നമുക്കിപ്പം കോൺകേവ് ലെൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോൺവെക്സ് ലെൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകതകൾ ഇവിടെ ഒരു ടേബിളിലുണ്ട്. കോൺകേവ് ലെൻസുകളുടെയും കോൺവെക്സ് ലെൻസുകളുടെയും നമുക്കൊന്ന് പട്ടിക പൂർത്തിയാക്കാം. മധ്യഭാഗം കനം കൂടിയതാണ്. നമുക്കറിയാലോ കോൺവെക്സ് ലെൻസിന് മധ്യഭാഗം കനം കൂടിയതാണ്. അരിക് കനം കുറവാണ്. പിന്നെ നമുക്കിവിടെ എന്ത് പറയാൻ സാധിക്കും? പ്രകാശരശ്മികളെ സംയോജിപ്പിക്കുന്നു. ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ സാധിക്കും വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. പിന്നെ നമുക്കിതിന് വേറൊരു പേര് പറഞ്ഞല്ലോ. നമ്മൾ കോൺവെക്സ് ലെൻസിന് വേറൊരു പേര് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സംരചന ലെൻസ്. പിന്നെ നമുക്കറിയാം ഇതിന്റെ ചിത്രം. ഈ ചിത്രം കൂടെ വരച്ചു വെക്കുക. ഇത്രയാണ് നമ്മൾ കോൺവെക്സ് ലെൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ കോൺകേവ് ലെൻസ് പറഞ്ഞില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് കനം കുറവാണ്. അപ്പൊ മധ്യഭാഗം കനം കുറവാണ്. അരിക് എന്താണ്? അരിക് കനം കൂടുതലാണ്. മധ്യഭാഗം കനം കുറവാണ്. അരിക് കനം കൂടിയതാണ്. പിന്നെ അവിടെ എന്താണ്? പ്രകാശരശ്മികളെ സംയോജിപ്പിക്കുന്നുണ്ടോ? ഇല്ല, പ്രകാശരശ്മികളെ സംയോജിപ്പിക്കുന്നില്ല. സംയോജിപ്പിക്കുന്നില്ല.
സംയോജിപ്പിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പിന്നെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് പറയാം, ഇതിന് പറയുന്ന വേറൊരു പേര് നമ്മൾ പറഞ്ഞു, സംയോജിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വിഭ്രജന ലെൻസ്. വിഭ്രജന ലെൻസ്. വിഭ്രജന ലെൻസ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിന്റെ പിക്ചറാണ്. പിക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോൺകേവ് ലെൻസിന്റെ മധ്യഭാഗത്ത് കനം കുറവാണ്. കോൺകേവ് ലെൻസിന്റെ മധ്യഭാഗത്ത് എന്താണ്? കനം കുറവാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അരികിലാണ് കനം കൂടുതൽ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് സംവ്രജന ലെൻസ്. അതുപോലെ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ മറ്റൊരു പേര് വിഭ്രജന ലെൻസ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗത്ത് കനം കൂടുതലും അരിക് കനം കുറവുമായിരിക്കും. പ്രകാശരശ്മികളെ എന്താക്കുന്നുണ്ട്? സംയോജിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ കോൺകേവ് ലെൻസ് എന്താണ്? പ്രകാശരശ്മികളെ സംയോജിപ്പിക്കുന്നില്ല. അതിന്റെ ചിത്രം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു വെക്കാം. കോൺവെക്സ് ലെൻസിലൂടെ നമ്മൾ പ്രകാശം കടന്നു പോവുകയാണെങ്കിൽ, പ്രകാശരശ്മി കടന്നു പോയി കഴിഞ്ഞാൽ അതെന്താണ്? സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റൊരു പോയിന്റിലേക്ക് സംയോജിപ്പിക്കുന്നു. എന്നാൽ നമ്മളെ കോൺകേവ് ലെൻസിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ അത് സംയോജിപ്പിക്കുന്നില്ല. അത് അകലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പ്രകാശരശ്മികൾ സംയോജിക്കുന്നില്ല, അകലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് പിക്ചറും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു വെക്കാം. അപ്പൊ നിങ്ങൾ പറയേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ടേബിളിലുണ്ട്. മാക്സിമം ഈ ടേബിൾ തന്നെ പഠിക്കുക, ഈ ചിത്രങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങളോട് വ്യത്യാസങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള ഫുൾ പോയിന്റും കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ? നമ്മൾ 2 തരം ലെൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പരിചയപ്പെട്ട ലെൻസുകളിലൂടെ അക്ഷരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസുകളെ ഒരു വശത്തേക്ക് നീക്കി നോക്കൂ. നിരീക്ഷണ ഫലം എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് എടുത്തിട്ട് ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് നമ്മൾ ബുക്കിലൂടെ നീക്കുകയാണ് ചെയ്യുന്നത്. ബുക്കിൽ ഓരോ ലൈനിലും ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് മുന്നോട്ട് നീക്കുന്ന സമയത്ത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് ഈ അക്ഷരങ്ങൾ പുറകിലോട്ട് പോകുന്നതാണ്. അതായത് നമ്മൾ മുന്നോട്ടാണ് നീക്കുന്നതെങ്കിൽ അക്ഷരങ്ങൾ പുറകിലോട്ട് പോകുന്നത്, അതായത് എതിർ ദിശയിൽ അക്ഷരങ്ങൾ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സപ്പോസ് നമ്മൾ ലെൻസ് ഇങ്ങോട്ടേക്കാണ് നീക്കുന്നത്, നമുക്ക് അക്ഷരങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത് കാണാം. എതിർ ദിശയിലേക്ക് അക്ഷരങ്ങൾ നീങ്ങുന്നതായിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ കാണാൻ സാധിക്കും. എന്നാൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ ഈ തരത്തിൽ എതിർ ദിശയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കില്ല. നോക്കാം, നമ്മളോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു. ഇതന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ റീഡിംഗ് ലെൻസ്, അതായത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു, അക്ഷരങ്ങളാണിത്. ഞാൻ ലെൻസ് ഉപയോഗിച്ച് ഇങ്ങോട്ട് വായിക്കുമ്പോൾ എനിക്ക് ഈ അക്ഷരങ്ങൾ പുറകിലോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അതായത് ഞാൻ ലെൻസ് ഉപയോഗിച്ചിട്ട് റൈറ്റിലേക്കാണ് വായിക്കുന്നതെങ്കിൽ എനിക്ക് അക്ഷരങ്ങൾ ലെഫ്റ്റിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വിപരീത ദിശയിലായിരിക്കും അക്ഷരങ്ങൾ പോകുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കോൺവെക്സ് ലെൻസുകളെയും കോൺകേവ് ലെൻസുകളെയും തിരിച്ചറിയാനുള്ള മാർഗമായി ഈ ഒരു പ്രവർത്തനം പ്രയോജനപ്പെടുത്താം. നമുക്കറിയാം 2 തരം ലെൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളടുത്ത് 2 തരം ലെൻസ് തന്നു, നിങ്ങളോട് പറയാണ് ഇതിലൊന്ന് കോൺവെക്സ് ആണ്, ഒന്ന് കോൺകേവ് ആണ്. നിങ്ങൾ ഇതിൽ ഏതാണ് കോൺവെക്സ് ഏതാണ് കോൺകേവ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു തരണം. നിങ്ങളോട് ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുള്ള ഒരു പേപ്പറോ ബുക്കോ എന്തെങ്കിലും എടുക്കുക. അതിലൂടെ 2 ലെൻസും നിങ്ങൾ അതിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ മൂവ് ചെയ്ത് നോക്കുക. സപ്പോസ് നിങ്ങളെ കയ്യിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്, നിങ്ങൾക്ക് അക്ഷരങ്ങൾ എതിർദിശയിൽ, നിങ്ങൾ എങ്ങോട്ടാണോ നീക്കുന്നത് അതിന്റെ എതിർദിശയിൽ അക്ഷരങ്ങൾ പോകുന്നത് നിരീക്ഷിക്കാൻ സാധിക്കും. അതേ സ്ഥാനത്ത് കോൺകേവ് ലെൻസ് ആണ്, നിങ്ങൾക്ക് ഇത് നിരീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എതിർദിശയിൽ പോകുന്നത് നിരീക്ഷിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ കയ്യിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്, മറ്റത് കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ള ലെൻസ് ഏതാണെന്ന് എളുപ്പം മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഈ ഒരു പ്രവർത്തനം നമുക്ക് നമ്മളെ കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും വേർതിരിച്ചറിയാൻ ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ കോൺവെക്സ് ലെൻസ്
അക്ഷരങ്ങൾ എന്താണ്? വിപരീത ദിശയിൽ നീങ്ങുന്നതായി തോന്നുന്നു. കോൺവെക്സ് ലെൻസിലൂടെ ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് എന്ത്? ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മളെ കോൺകേവ് ലെൻസിനെയും കോൺവെക്സ് ലെൻസിനെയും തിരിച്ചറിയാനുള്ള മാർഗമാണ് നമ്മൾ ഈ പ്രവർത്തനം. നോക്കാം. ഓരോ ലെൻസിനും 2 പ്രതലങ്ങൾ ഉണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. നിങ്ങൾക്ക് അപവർത്തനമൊക്കെ നന്നായിട്ട് അറിയാം. അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് നമ്മൾ ഈ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് എന്താണ്? ചെറിയൊരു ചരിവ് ഉണ്ടാകുന്നതിനെ നമുക്കല്ലേ ഒരു ചെറിയൊരു ബെൻഡിങ്, വളവ് ഉണ്ടാകുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അപവർത്തനം എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഓരോ ലെൻസിനും എന്താണ്? 2 പ്രതലമുണ്ട്. നമ്മളെ ലെൻസുകൾക്ക് എന്താണ്? 2 പ്രതലം ഇല്ലേ? അതായത് ഇതാണ് നമ്മളെ കോൺവെക്സ് ലെൻസ്, കണ്ടോ? അപ്പൊ അതിന് ഇവിടെ ഒരു പ്രതലമുണ്ട്, ഇവിടെ ഒരു പ്രതലമുണ്ട്, 2 പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെ എന്താണ്? പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിക്കും. ഇതിലെ കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും, ഇതിലെ കടന്നു പോകുമ്പോൾ എന്താണ്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. ഒരു ലെൻസിന് എന്താണ്? 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. ഇതേ കേസിൽ തന്നെയാണ് നമ്മൾ കോൺകേവില്. പിന്നെ ഇവിടെ ഒരു അപവർത്തന തലമുണ്ട്, ഇവിടെ ഒരു അപവർത്തന തലമുണ്ട്. അപ്പൊ 2 പ്രതലത്തിലൂടെ പോകുമ്പോഴും അപവർത്തനം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ലെൻസിന്റെ അപവർത്തന പ്രതലങ്ങൾ ഏതിന്റെ ഭാഗങ്ങളാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു പ്രതലാണ്, ഇതൊരു പ്രതലാണ്. കോൺവെക്സ് ലെൻസിനാണ് ഇവിടെ ഒരു പ്രതലുണ്ട്, ഇവിടെ ഒരു പ്രതലുണ്ട്. അപ്പൊ ഈ പ്രതലം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗങ്ങളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തിന്റെ ഭാഗങ്ങളാണ്? നമ്മളെ ഈ പ്രതലങ്ങൾ എന്ന് പറയുന്നത് ഗോളങ്ങളുടെ ഭാഗമാണ്. ഇത് കണ്ടോ, ഇതൊരു ഗോളല്ലേ? ഇതൊരു ഗോളാണ്, സ്ഫിയർ ആണ്, അതിന്റെ ഭാഗമാണ്. ഇത് എന്ന് പറയുന്നത് അടുത്തൊരു സ്ഫിയറിന്റെ ഭാഗമാണ്. അതേ സെയിം കേസാണ് ഇവിടെ. ഇതൊരു ഗോളാണ്, ഇതിന്റെ ഭാഗമാണ് ഈ ഒരു പ്രതലം. ഇവിടെ ഒരു ഗോളമുണ്ട്, ഈ ഗോളത്തിന്റെ ഭാഗമാണ് ഈ ഒരു പ്രതലം. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പൊ എന്താണ് ലെൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇത്രയാണ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമം, അതായത് പ്രകാശത്തെയൊക്കെ കടത്തി വിടുന്നതിനാണ് നമ്മൾ സുതാര്യ മാധ്യമം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലെൻസ് എന്താന്ന് ചോദിച്ച് ഓർത്തു വെക്കുക. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായിട്ടുള്ള സുതാര്യ വസ്തുക്കളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ലെൻസ്. എന്നിട്ട് 2 ലെൻസിന്റെ പിക്ചർ വരച്ചാൽ ലെൻസിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. അതായത് അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗം, അതായത് ഈ 2 അപവർത്തന പ്രതലങ്ങളും, ഈ ഒരു അപവർത്തന പ്രതലവും ഈ ഒരു അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗം, ഇത് ഗോളത്തിന്റെ ഭാഗം, ഇതും ഗോളത്തിന്റെ ഭാഗം. അപ്പൊ ഈ അപവർത്തന പ്രതലങ്ങള് ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ വസ്തുക്കളെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ലെൻസ് എന്താന്ന് ക്ലിയർ ആയല്ലോ? നമ്മൾ പറഞ്ഞു ലെൻസ് എന്ന് പറയുന്നത് അപവർത്തന പ്രതലങ്ങള് ഗോളങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന സുതാര്യ മാധ്യമങ്ങളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ലെൻസ്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ 2 ലെൻസിന്റെ ടൈപ്സ് ആണ് പഠിക്കുന്നത്. ലെൻസ് 2 ടൈപ്പ് ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസിന്റെ സവിശേഷതകൾ മൊത്തം നമ്മൾ പറഞ്ഞു, കോൺകേവ് ലെൻസിന്റെ സവിശേഷതകൾ മൊത്തം നമ്മൾ പറഞ്ഞു. ആ സവിശേഷതകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അതിന്റെ ചിത്രം പഠിക്കുക, ടേബിൾ പഠിക്കുക. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും 2ന്റെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട്, ടേബിളിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ലെൻസ് എന്താന്നുള്ള ഡെഫിനിഷനും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ലെൻസിന്റെ ഉപയോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് മറന്നുപോയത്. ഒരു 5 എണ്ണം എന്തായാലും പഠിക്കുക. കളിപ്പാട്ടങ്ങളില്, പിന്നെ കണ്ണടകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഡോറിന്റെ പിൻഹോളില് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പുതുതായി വരുന്ന കുറച്ച് ടേമുകളുണ്ട്, ഒക്കെ നന്നായി പഠിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം 2 തരം ലെൻസുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരിക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്